ആലപ്പുഴ തീരത്ത് മറിഞ്ഞ കപ്പലിലെ കണ്ടെയ്നറുകൾ തെക്കൻ തീരങ്ങളിലെത്തിയപ്പോൾ ദുരിതത്തിലായത് മത്സ്യത്തൊഴിലാളികളാണ്. കടൽ മലിനമായെന്ന ആശങ്ക മത്സ്യവിപണിയെ കാര്യമായി തന്നെ ബാധിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഫിഷറീസ് വകുപ്പിനും സർക്കാരിനുമുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അരുൺ സോളമൻ അവരെ കേട്ടു. അരുൺ സോളമനോട് അവർ പറഞ്ഞതെന്താണെന്ന് നമുക്ക് കേൾക്കാം. അറബിക്കടലിൽ കേരള തീരത്തായിട്ട് MLC എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള തീരങ്ങളിൽ, പ്രത്യേകിച്ചും തെക്കൻ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ്. പ്രത്യേകിച്ചും കാലവർഷം അടുത്തതുകൊണ്ട് തന്നെ ആ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു വറുതിയുടെ കാലത്തിലേക്ക് പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുകയാണ്. കണ്ടെയ്നറുകളിൽ നിന്നും പോയിരിക്കുന്ന രാസവസ്തുക്കൾ അത് കഴിക്കാൻ മീനുകൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ മീൻ ഭക്ഷിക്കുന്നവർക്ക് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഒരിക്കലും അല്ല. ഈ മീൻ ഭക്ഷിക്കുന്നത് അനാവശ്യമായ വേസ്റ്റ് സാധനങ്ങളൊന്നും മീൻ ഭക്ഷിക്കാറില്ല. കാരണം മീനിനെക്കുറിച്ചും കടലിനെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ അറിയാം. ഞങ്ങൾ കഴിച്ച് കാണിച്ചു കൊടുക്കാം. ആര് മരിക്കുമെന്നും ആർക്ക് ക്യാൻസർ വരുമെന്നും നമുക്ക് നോക്കാം. ഇത് എന്താണ്, ഏതാണ്, ഇതിൻ്റെ അടുത്ത് പോകരുത്, 200 മീറ്റർ മാറി നിൽക്കണം. ഈ കണ്ടെയ്നർ അടിച്ചു കയറിയപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അത് പിടിച്ചു വയ്ക്കാൻ വേണ്ടി? മത്സ്യത്തൊഴിലാളികൾ അത് പിടിച്ചു വെച്ചേ. അപ്പോൾ 200 മീറ്റർ മാറി നിൽക്കാൻ പറഞ്ഞവരൊക്കെ എവിടെയായിരുന്നു? ഇപ്പോൾ നിലവിൽ ഈ കപ്പൽ ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമ്പോൾ അത് ഈടാക്കി നൽകേണ്ടുന്നത് അതിൻ്റെ ആദ്യത്തെ ഇരകളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കല്ലേ നൽകേണ്ടത് സംസ്ഥാന സർക്കാർ? അതെ, അതാണ് ആദ്യമായിട്ട് നൽകേണ്ടത്. ഇത് ഈ പോർട്ടിൽ നിന്നിറങ്ങിയ കപ്പലാണല്ലോ. ഈ പോർട്ടിൽ നിന്നിറങ്ങിയ കപ്പലിൽ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ സാധനങ്ങളാണെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിനുമില്ല, അല്ലെങ്കിൽ പോർട്ടും പരസ്യപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചാനലുകളിൽ പോലും ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. ഇത്ര കണ്ടെയ്നറുകൾ മാത്രമേ ഉള്ളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മൺസൂൺ കാലമാണ് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് സീസൺ സമയം. അവൻ്റെ കടബാധ്യതകൾ തീരുന്നതിനും അവന് സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ പണി ചെയ്യാതിരിക്കുക എന്ന ഒരു സാഹചര്യമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായ ആത്മഹത്യയിലേക്കും കടബാധ്യതയിലേക്കും തള്ളിവിടുന്നൊരു സാഹചര്യമാണുള്ളത്. ഒന്ന്, ഇവർ ഈ കണ്ടെയ്നറിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഏത് കെമിക്കലാണ്, ഇവിടെ ഈ രാസവസ്തുക്കളാണ് ഇവർ കയറ്റുമതി ചെയ്തത് എന്ന് നമുക്കറിയണം. ഈ കപ്പലിലുണ്ടായിരുന്നത് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഇന്ന് ഞങ്ങൾ ചർച്ചയിൽ ഇത് ഉന്നയിക്കുകയുണ്ടായി. ഇത് പറയുന്നത് ഇത്ര മീറ്റർ അകലം പാലിക്കണമെന്ന് പറയുമ്പോഴും സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ഈ പോലീസും മറ്റ് അധികാരികളും ചേർന്ന് ഇത് കരയ്ക്കെത്തിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. വരുന്ന ദിവസം പരിഹരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും ഫിഷറീസ് വകുപ്പിനും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.